Dear students, welcome to Learner's World. In this video, I'm going to talk about levels of linguistic analysis, Introduction to Language and Linguistics, FIOGP, Semester 5, BA English Language and Literature, Calicut University. Levels of Linguistic Analysis. ഭാഷാശാസ്ത്ര വിശകലനത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് എ ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ ഭാഷ എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആശയവിനിമയ മാർഗമാണ് ഈ ഒരു ഹ്യൂമൻ ലാംഗ്വേജ്, മനുഷ്യ ഭാഷ എന്ന് പറയുന്നത്. ഓൾദോ വി യൂസ് ലാംഗ്വേജ് നാച്ചുറലി ഇൻ എവറിഡേ ലൈഫ്, ഇറ്റ് ഹാസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭാഷയ്ക്ക് സങ്കീർണമായിട്ടുള്ളൊരു സ്ട്രക്ചർ, ഒരു ഘടനയുണ്ട്. ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ദി സ്ട്രക്ചർ ത്രൂ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സുകൾ, ഭാഷാശാസ്ത്രം ഈ ഒരു സ്ട്രക്ചറിനെ ഭാഷാശാസ്ത്ര വിശകലനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. These levels help us understand how speech sounds are produced, how sounds form words, how words form sentences, and how meaning is communicated in different situations. അപ്പോൾ ഈ ലെവൽസ്, ഈ ഒരു തലങ്ങൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ സ്പീച്ച് സൗണ്ട്സ് എങ്ങനെയാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്, ശബ്ദങ്ങൾ എങ്ങനെ വാക്കുകളായി മാറുന്നു, വാക്കുകൾ എങ്ങനെ വാക്യങ്ങളായിട്ട് ക്രമീകരിക്കപ്പെടുന്നു, വിവിധ സാഹചര്യങ്ങളിൽ മീനിങ് എങ്ങനെ ആശയവിനിമയം ചെയ്യപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ തലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ മേജർ ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആർ ഫണ്ടിക്സ്, ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് ആൻഡ് പ്രാഗ്മാറ്റിക്സ്. അപ്പോൾ ഭാഷാശാസ്ത്ര വിശകലനത്തിൻ്റെ പ്രധാന തലങ്ങൾ എന്ന് പറയുന്നത് ഫോണ്ടിക്സ്, ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ് തുടങ്ങിയിട്ടുള്ളതാണ്. ദീസ് ബ്രാഞ്ചസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആൻഡ് ടുഗദർ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ആസ് എ കംപ്ലീറ്റ് സിസ്റ്റം. അപ്പോൾ ഈ തലങ്ങൾ എല്ലാതും കൂടെ ചേർന്ന് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. ഇതൊക്കെ ചേർന്നാണ് ഭാഷയെ ഒരു സമ്പൂർണ്ണ സംവിധാനമായിട്ട്, ഒരു സിസ്റ്റമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഇനി തലങ്ങളിൽ ആദ്യം വരുന്നത് ഫണ്ടിക്സ് ആണ്. ഫണ്ടിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിൻ്റെ പഠനത്തെയാണ് ഫണ്ടിക്സ് എന്ന് പറയുന്നത്. It examines how sounds are produced, transmitted and heard. It studies the movement of the tongue, lips, vocal cords and other speech organs. അപ്പോൾ ഈ ഫണ്ടിക്സ് എന്ന് പറയുന്നത് ശബ്ദങ്ങൾ എങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നു, എങ്ങനെ അത് സ്പ്രെഡാകുന്നത്, എങ്ങനെ അത് കേൾക്കപ്പെടുന്നു തുടങ്ങിയുള്ളതൊക്കെ പഠിക്കുന്നത് ഫണ്ടിക്സിലാണ്. അതുപോലെ ടങ്, അതുപോലെ ലിപ്സ്, വോക്കൽ കോഡ്സ്, അതുപോലെ മറ്റ് സ്പീച്ച് ഓർഗൻസ്, സംസാര അവയവങ്ങളുടെ ചലനമൊക്കെ ഫണ്ടിക്സിൽ പഠിക്കുന്നുണ്ട്. ഫണ്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, സംസാര ശബ്ദങ്ങളുടെ ഒരു ഭൗതിക സവിശേഷതകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഫണ്ടിക്സ് എന്ന് പറയുന്നത്. ഫണ്ടിക്സ് ആസ് 3 മെയിൻ ഏരിയാസ്. ഈ ഫണ്ടിക്സിന് 3 പ്രധാന മേഖലകളുണ്ട്. ആർട്ടിക്കുലേറ്ററി ഫണ്ടിക്സ്, അക്കൗസ്റ്റിക് ഫണ്ടിക്സ് ആൻഡ് ഓഡിറ്ററി ഫണ്ടിക്സ്. ആർട്ടിക്കുലേറ്ററി ഫണ്ടിക്സ് മീൻസ് സ്റ്റഡീസ് ഹൗ സ്പീച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഇത് സംസാര ശബ്ദങ്ങൾ എങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അക്കൗസ്റ്റിക് ഫണ്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സൗണ്ട്സ് വേവ്സ് ആൻഡ് ദെയർ ട്രാൻസ്മിഷൻ. ശബ്ദതരംഗങ്ങളെയും അവയുടെ ട്രാൻസ്മിഷനെയും കുറിച്ച് പഠിക്കുന്നതാണ്. ഓഡിറ്ററി ഫണ്ടിക്സ് സ്റ്റഡീസ് ഹൗ സൗണ്ട്സ് ആർ ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓഡിറ്ററി ഫണ്ടിക്സ് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളെ എങ്ങനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇനി അടുത്തത് ഫൊണോളജിയാണ്. ഫൊണോളജി സ്റ്റഡീസ് ഹൗ സ്പീച്ച് സൗണ്ട്സ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. അതായത് ഒരു പ്രത്യേക ഭാഷയിലെ സംസാര ശബ്ദങ്ങൾ എങ്ങനെ
ക്രമീകരിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് പഠിക്കുന്നതാണ് ഫോണോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് ഹൗ ദേ ക്രിയേറ്റ് ഡിഫറൻസസ് ഇൻ മീനിങ്. അതായത് ശബ്ദങ്ങൾ തമ്മിലുള്ള ബന്ധവും അവ എങ്ങനെ മീനിങ്ങിലുള്ള ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഒക്കെയാണ് ഇതിലെ പ്രധാന വിഷയം. A major concept in phonology is the phoneme, the smallest distinctive sound unit in a language. Phoneme എന്ന് പറഞ്ഞാൽ smallest distinctive sound unit in a language. Smallest sound unit in a language. അതായത് ഫോണോളജിയിലെ പ്രധാന ആശയമാണ് ഫോണീം എന്ന് പറയുന്നത്. ഒരു ഭാഷയിലെ അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദഘടകമാണ് ഫോണീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, pat and pat differ only in the sounds p and b, but this differences changes the meaning. Such pairs are called minimal pairs. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. പാറ്റ്, ബാറ്റ് എന്നുള്ള രണ്ട് വാക്കുകളിൽ പ് ബ് എന്ന ആ ഒരു അക്ഷരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാൽ ഈ ചെറിയ ശബ്ദ വ്യത്യാസം വാക്കുകളുടെ അർത്ഥം മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരം ജോഡികളെ മിനിമൽ പെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. Therefore, phonology explains how sounds are organized into meaningful patterns. അതുകൊണ്ട് തന്നെ ഭാഷയിലെ ശബ്ദങ്ങൾ എങ്ങനെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു എന്ന് ഫോണോളജി വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് മോർഫോളജിയാണ്. മോർഫോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് വേർഡ്സ്. അതായത് വാക്കുകളുടെ ആന്തരിക ഘടനയും വാക്കുകളുടെ രൂപീകരണവും പഠിക്കുന്ന ഭാഷാശാസ്ത്രശാഖയാണ് മോർഫോളജി. ഇറ്റ് എക്സാമിൻസ് മോർഫീംസ് വിച്ച് ആർ ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ്. അതായത് ഭാഷയിലെ ഏറ്റവും ചെറിയ അർത്ഥവത്തായ ഘടകങ്ങളായ മോർഫീംസിനെയാണ് ഇത് പഠിക്കുന്നത്. മോർഫീംസ് ക്യാൻ ബി ഫ്രീ മോർഫീംസ്, ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആസ് വേർഡ്സ്. പോളിമോർഫീംസ് മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു അനദർ ഫോം. മോർഫീംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രീ മോർഫീംസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഒരു വാക്കായി നിലനിൽക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ്. ബോൺ മോർഫീംസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഘടകത്തോട് ചേർന്ന് നിൽക്കേണ്ട ഘടകങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുന്നുണ്ട്. ദ വേർഡ് അൺഹാപ്പിനെസ് കണ്ടെയ്ൻസ് 3 മോർഫീംസ്: അൺ, ഹാപ്പി ആൻഡ് നെസ്. മോർഫോളജി സ്റ്റഡീസ് പ്രോസസ്സസ് സച്ച് എസ് അഫിക്സേഷൻ, കോമ്പൗണ്ടിങ് ആൻഡ് ഇൻഫ്ലക്ഷൻ. അതായത് ഉദാഹരണം പറയുന്നുണ്ട്. അൺഹാപ്പിനെസ് എന്ന വാക്കിൽ അൺ പ്ലസ് ഹാപ്പി പ്ലസ് നെസ് 3 സിലബിളാണുള്ളത്. 3 മോർഫീംസ് നമുക്കിതിൽ കാണാൻ കഴിയും. അതുപോലെ അഫിക്സേഷൻ, കോമ്പൗണ്ടിങ്, ഇൻഫ്ലക്ഷൻ തുടങ്ങിയിട്ടുള്ള പ്രക്രിയകളിലൂടെയാണ് വാക്കുകൾ എങ്ങനെ രൂപപ്പെടുകയും മാറുകയും ചെയ്യുന്നത് എന്ന് മോർഫോളജി പഠിക്കുന്നത്. അടുത്തത് സിൻടാക്സ് ആണ്. സിൻടാക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ടു ഫോം ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. ഇറ്റ് എക്സാമിൻസ് ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് കൺട്രോൾ സെൻറ്റൻസ് സ്ട്രക്ചർ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ എങ്ങനെ ക്രമീകരിച്ച് ഫ്രേസും സെൻറ്റൻസും ഒക്കെ ആയിട്ട് രൂപപ്പെടുത്തുന്നു എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ്. അതായത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നിയന്ത്രിക്കുന്ന റൂൾസും റെഗുലേഷൻസൊക്കെ ഇത് പരിശോധിക്കുന്നുണ്ട്. For example, in English, the child opened the door follows a particular word order syntax. Studies how subjects, verbs, objects, phrases and clauses are organized to create grammatically correct sentences. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ദ ചൈൽഡ് ഓപ്പൺ ദ ഡോർ എന്ന വാക്യത്തിൽ വാക്കുകൾ ഒരു പ്രത്യേക ക്രമത്തിലാണ് വരുന്നത്. സബ്ജക്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, ഓപ്പൺ എന്ന് പറയുന്നത് വേർബ്, ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ്, ഫ്രേസ്, ക്ലോസ് എന്നിവ ഇങ്ങനെ രൂപപ്പെടുത്തുന്നു, ക്രമീകരിക്കപ്പെടുന്നു എന്നും സിൻടാക്സ് പഠിക്കുന്നുണ്ട്. അടുത്തത് സെമാൻറ്റിക്സ് ആണ്. സെമാൻറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്. ഇറ്റ് എക്സാമിൻസ് ഹൗ വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് കൺവേ മീനിങ്. അതായത് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് ഭാഷയിലെ അർത്ഥത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. വാക്കുകൾ, ഫ്രേസസ്, സെൻറ്റൻസസ് എന്നിവ എങ്ങനെ അർത്ഥം നൽകുന്നു എന്ന് ഇത് പഠിക്കുന്നുണ്ട്. It mainly focuses on the literal or conventional meaning of linguistic expressions. It also studies relationships such as synonymy, antonymy, ambiguity. അതായത് ഭാഷാപ്രയോഗങ്ങളുടെ നേരിട്ടുള്ളതോ സാധാരണമായതോ ആയ അർത്ഥത്തിനാണ് സെമാൻറ്റിക്സ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നത്. അതുകൂടാതെ താഴെ പറയുന്ന കുറച്ച് അർത്ഥങ്ങളും ഇത് പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അതിൽ വരുന്നതാണ് സിനോണിമി. സിനോണിമി എന്ന് പറഞ്ഞാൽ വേർഡ്സ് വിത്ത് സിമിലർ മീനിങ് സച്ച് എസ് ബിഗിൻ ആൻഡ് സ്റ്റാർട്ട്. അതായത് സമാന അർത്ഥമുള്ള വാക്കുകളാണ് സിനോണിമി. അതിൽ വരുന്നതാണ് ബിഗിൻ, സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതുപോലെ ആൻറ്റോണമി. ആൻറ്റോണമി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്സ്, വേർഡ്സ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ്സ്. അതായത് വിപരീത അർത്ഥമുള്ള വാക്കുകളാണ് ആൻറ്റോണമിയിൽ വരുന്നത്. ആംബിഗ്യൂറ്റി, എക്സ്പ്രഷൻസ് ദാറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ മീനിങ്. ഒന്നിലധികം അർത്ഥങ്ങൾ നൽകാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ് ആംബിഗ്യൂറ്റിയിൽ വരുന്നത്. സെമാൻറ്റിക് ഹെൽപ്സ് us understand how language represent ideas, objects, actions and റിലേഷൻഷിപ്പ്. അതായത് ഈ സെമാൻറ്റിക്സ് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഭാഷ ഐഡിയാസിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒബ്ജക്ട്സിനെ, ആക്ഷൻസിനെ, റിലേഷൻഷിപ്പിനെയൊക്കെ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സെമാൻറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രാഗ്മാറ്റിക്സ് ആണ്. Pragmatic studies how meaning is understood according to context, situation and speaker intention. അതായത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, സാഹചര്യം, സംസാരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അർത്ഥം എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അൺലൈക്ക് സെമാൻറ്റിക്സ് വിച്ച് ഫോക്കസ് മെയിൻലി ഓൺ ലിറ്ററൽ മീനിങ്, പ്രാഗ്മാറ്റിക്സ് എക്സാമിൻസ് ഹൗ പീപ്പിൾ ആക്ച്വലി യൂസ് ലാംഗ്വേജ് ഇൻ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് സെമാൻറ്റിക്സ് പ്രധാനമായിട്ടും വാക്കുകളുടെയും വാക്യങ്ങളുടെയും നേരിട്ടുള്ള അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രാഗ്മാറ്റിക്സ് യഥാർത്ഥ ജീവിതത്തിലെ ആശയവിനിമയത്തിൽ ആളുകൾ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ സെൻറ്റൻസ് ഇറ്റ് ഈസ് കോൾ ഹിയർ മേ സിംപ്ലി ഗിവ് ഇൻഫർമേഷൻ ഇൻ വൺ സിറ്റുവേഷൻ. ഇൻ അനദർ സിറ്റുവേഷൻ ഇറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് എ റിക്വസ്റ്റ് ടു ക്ലോസ് എ വിൻഡോ ഓർ ടേൺ ഓഫ് എ ഫാൻ. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾ ഹിയർ എന്ന വാക്യം ഒരു സാഹചര്യത്തിൽ വെറും ഒരു വിവരമാകാം, അതായത് നല്ല തണുപ്പാണ് എന്നുള്ളത് ഇവിടെ. എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ അത് ജനലടക്കണം, അടക്കാനോ അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു റിക്വസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Therefore, pragmatic shows that meaning can depend on the situation, shared knowledge, relationship between speakers and their communicative purpose. അതിനാൽ തന്നെ അർത്ഥം, സാഹചര്യം, സംസാരിക്കുന്നവർക്കിടയിലെ ബന്ധം, ആശയവിനിമയത്തിൻ്റെ ഉദ്ദേശം എന്നിവയെ ആശ്രയിച്ചായിരിക്കും പ്രാഗ്മാറ്റിക്സ് എന്ന് വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ദ ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ലാംഗ്വേജ്. ഫോണറ്റിക് സ്റ്റഡീസ് ഫിസിക്കൽ സ്പീച്ച് സൗണ്ട്സ്, ഫോണോളജി സ്റ്റഡീസ് ദ സൗണ്ട് സിസ്റ്റം, മോർഫോളജി സ്റ്റഡീസ് വേർഡ് ഫോർമേഷൻ, സിൻടാക്സ് സ്റ്റഡീസ് സെൻറ്റൻസ് സ്ട്രക്ചർ, സെമാൻറ്റിക് സ്റ്റഡി ലിറ്ററൽ മീനിങ് ആൻഡ് പ്രാഗ്മാറ്റിക് സ്റ്റഡീസ് മീനിങ് ഇൻ കോണ്ടെക്സ്റ്റ്. അതായത് ഭാഷാശാസ്ത്ര വിശകലനത്തിൻ്റെ വിവിധ തലങ്ങൾ മനുഷ്യഭാഷയെ വളരെ സ്ട്രക്ചേർഡായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫോണറ്റിക്സ് സംസാര ശബ്ദങ്ങളുടെ സവിശേഷതകളൊക്കെ പഠിക്കുന്നുണ്ട്. ഫോണോളജി ശബ്ദത്തെക്കുറിച്ചിട്ട് പഠിക്കുന്നു. മോർഫോളജി വാക്കുകളുടെ രൂപീകരണം പഠിക്കുന്നുണ്ട്. സിൻടാക്സ് വാക്യഘടന പഠിക്കുന്നു. സെമാൻറ്റിക്സ് അർത്ഥത്തെ പഠിക്കുന്നുണ്ട് വാക്കുകളുടെ. പ്രാഗ്മാറ്റിക്സ് സന്ദർഭത്തിലുള്ള അർത്ഥത്തെ പഠിക്കുന്നുണ്ട്. These levels are not separate from one another. They work together to explain how human language functions. By studying these interconnected levels, linguists can understand language scientifically and systematically. അപ്പോൾ ഈ തലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, വേർപെട്ടല്ല കിടക്കുന്നത്. അവ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് മനുഷ്യഭാഷയുടെ പ്രവർത്തനം വിശദീകരിക്കുന്നത്. ഈ പരസ്പരബന്ധിതമായിട്ടുള്ള തലങ്ങളെ പഠിക്കുന്നതിലൂടെ ഭാഷയെ ശാസ്ത്രീയമായിട്ടും വളരെ സ്ട്രക്ചേർഡായിട്ട് മനസ്സിലാക്കാൻ ഭാഷാശാസ്ത്രജ്ഞർക്ക് കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.